വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ വിശ്വസിക്കണത്? ശിർക്ക് ചെയ്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത്ര ആ പ്രയോഗം നടത്താൻ കാരണം അറിയോ? ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. വമാ യുഅ്മിനു എന്നവിടെ പ്രയോഗിക്കാൻ അതിനെയാണ് ഇബ്നു അബ്ബാസിനെ കൊണ്ടുവന്നത്. സഹാബിയാണ്, ഹിബ്റുൽ ഉമ്മയാണ്, റഈസുൽ മുഫസ്സിരീനാണ്. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ശിഷ്യനാണ് ഇമാം മുജാഹിദ്, താബിഈയാണ് റഹിമഹുല്ലാഹ്. ഇവരൊക്കെ മുഫസ്സിരീങ്ങളാണ്. അവര് പറഞ്ഞെന്താ അറിയോ? അവരെ കുറിച്ച് അള്ളാഹു ഈ പ്രയോഗം നടത്താൻ കാരണം അവർ തൗഹീദിന്റെ 3 അംശങ്ങളിൽ എല്ലാറ്റിലും പഴച്ചവരല്ല. മനസ്സിലായി? ഇത് നമ്മൾ ശരിക്കും പഠിക്കണം കേട്ടോ. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട വിഷയം തൗഹീദാണ്. ആ തൗഹീദാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. തൗഹീദിന്റെ 3 വിഭാഗങ്ങളിൽ ഒന്നാണ് തൗഹീദുർ റുബൂബിയ്യ. എന്താ പറഞ്ഞാല് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടികർത്താവാരാ? അതാണ് റുബൂബിയ്യത്ത്. അതിൽ നമ്മക്ക് പേശിക്കണോ? നമ്മളെ തല വെട്ടിന് താഴത്ത് കിട്ടാനും പറയില്ല ഇത് ഏതെങ്കിലും സൃഷ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറയില്ല. രണ്ടാമത്തത് ഏതാണെന്നറിയോ? തൗഹീദുൽ ഉലൂഹിയ്യാണ്. ഈ റുബൂബിയ്യത്ത് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ റബ്ബ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇബാദത്തുകൾ മുഴുവൻ റബ്ബിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനാണ് ഉലൂഹിയത്ത് എന്ന് പറയാ. അള്ളാഹു മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നവനാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇതൊക്കെ അവന്റെ വിശേഷണങ്ങളാ. ഈ ലോകം നിയന്ത്രിക്കുന്നവനാണ്, റബ്ബിന്റെ വിശേഷണ. ഇതിലും അല്ലാഹു ഏകനാണ്. പക്ഷെ ഈ പറഞ്ഞതിൽ അവസാനത്തിൽ 2 പേച്ചോലാണ് മക്കാ മുശ്രിക്കുകൾ. ആദ്യത്തിൽ പേച്ചിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഓൽക്ക് തൗഹീദിൽ വിശ്വാസമുണ്ട്. ഏത് രംഗത്ത് മാത്രം? റുബൂബിയ്യത്തിൽ മാത്രം. എന്താ റുബൂബിയ്യത്ത് പറഞ്ഞാല്? ലോകം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇനി ഇതിലേക്കാൾ ലളിതമായിട്ട് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ. ഇനി ബാക്കി നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത് കേട്ടോ. അതായത് റുബൂബിയ്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്, മറ്റേതിൽ വിശ്വാസമില്ല. റുബൂബിയ്യത്തിൽ വിശ്വാസമുണ്ടെന്ന് വെറുതെ അങ്ങോട്ട് ഒഴുക്കമിട്ട് പറഞ്ഞു പോയാൽ മതിയോ? ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മുത്തു നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറയാണ്. മക്കാ മുശ്രിക്കുകളോട് ചോദിക്കാൻ പറയാണ്. കുൽ, ചോദിക്കൂ നബിയെ, മയ്യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ഭൂമിയിൽ നിന്നും ആകാശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അന്നം തരുന്നതാരാണ്? അബൂജഹലിനോടും ടീമിനോടും ചോദിക്കാൻ പറയാണ്. ഇത് റുബൂബിയ്യത്താ. അതിൽ പേച്ചുകൊണ്ട് നമുക്ക് നോക്കാം. പിന്നെന്താ ചോദിക്കണ? ആയത്തിന്റെ ബാക്കി യൂനുസിലെ 31-ാമത്തെ ആയത്താണത്. പഠന വിധേയമാക്കാനാണ് ഞാനത് പറഞ്ഞത്. സമയമുണ്ടെങ്കിൽ അമാനി പോലെ തഫ്സീറൊക്കെ എടുത്ത് വായിക്കുക. എന്താ യൂനുസിലെ 31-ാമത്തെ ആയത്തിൽ പറയണേ? അമ്മയ്യം ലികുസ്സമവൽ അബ്സാർ, നിന്റെ കാഴ്ച ശക്തിയും കേൾവി ശക്തിയും നിനക്ക് ഉടമപ്പെടുത്തി തന്നതാരാണ്? എന്തൊക്കെയായിപ്പോ? ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് അന്നം തരുന്നതാരാണ്? നിന്റെ കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തിയവൻ ആരാണ്? തീർന്നില്ല. നിർജീവ വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവനാരാണ്? ജീവനുള്ളതിൽ നിന്ന് നിർജീവ വസ്തുവിനെ പുറത്തു കൊണ്ടുവരുന്നവരുമാരാണ് എന്ന് മക്കാ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ഒരു ചോദ്യം കൂടി ചോദിക്കണം. മുദബ്ബിറുൽ ആലം ആരാണ്? അല്ലേ? നമ്മളെ നാട്ടിലത്തെ ചില ആൾക്കാരോട് ചോദിച്ചാൽ അത് CM ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ ഇപ്പണ്ടേ. ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലിപ്പൊക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മുദബ്ബിറുൽ ആലം 30 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. അല്ലാഹുൽ മുസ്തആൻ. മക്കാ മുശ്രിക്കുകളോട് അന്ന് അല്ലാഹു ചോദിച്ചപ്പോ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് എന്താണ്? ഫസയഖൂലൂനല്ലാഹ്. ഇതേ അങ്ങടെ ഈമാലാത്ത വർത്താനല്ല. സയഖൂലൂന എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുകയാണ്. സ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുകയാണ്. അല്ലാഹയാണെന്ന് അവർ പറയും. ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹ്. ഇന്നെങ്ങാനും അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ഒക്കെ നമ്മളെ കേരളത്തിലേക്ക് വന്നാല് നൗഷാദ് ഹസൻ അപ്പുറത്തിരുത്തിയിട്ട് പറയും, നിങ്ങളാണ് കേട്ടോ നമ്മുടെ ജനറൽ സെക്രട്ടറി, ഞങ്ങൾ അതിന്റെ കമ്മിറ്റി അംഗങ്ങളായിക്കോളാം. കാരണം എന്താ? ഓം പറയുന്നത് CM ലോകം നിയന്ത്രിക്കുന്നത്. ലോകത്തിന്റെ നിയന്ത്രണം അതാണ് തദ്ബീർ. അതാരുടെ കയ്യിലായിരുന്നു? മഹാനരായ മടവൂർ ശൈഖുനാ. ഇന്നും അവരുടെ കയ്യിലാണ്. അവരുടെ ഖലീഫമാരിലൂടെ ശൈഖുന ഇന്നും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നിയന്ത്രണം ഔലിയാക്കളുടെ കയ്യിലാണ്. ഇവര് പറയുന്നത് അല്ലാഹയാണെന്നാണ്. ആർക്കാണ് തൗഹീദിൽ ഒന്നുകൂടി ക്ലാരിറ്റി ഉള്ളത്?
പറയും. നിങ്ങൾ കേൾക്കുമ്പോ കുറച്ച് വെറുപ്പുണ്ടായിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. സംഭവം അങ്ങനെ തന്നെയല്ലേ. 14 ലോകം ഭരിക്കുന്നു എന്നാ പറഞ്ഞത്. എല്ലാരും പറഞ്ഞത് മിനൽ അർശി ഇല സറ, ലോകം മുഴുക്കെ അധികാരമുള്ളവർ. ആര്? CMA മരിക്കണ സമയത്ത് കാലിന് ഷുഗർ ബാധിച്ച് ചെറിയ മുറിക്കാതെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് മരുന്നും തേച്ച് ആ വേദനയിലും മരിച്ചു അയാളാണ്. സ്വന്തം വിരല് പോലും നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടല്ലേ ലോകം. സ്വന്തം ആത്മാവിനെ പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അത് മേലക്കോയത്. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞെന്താ? അള്ളയാണ്. ഇതൊക്കെ റുബൂബിയത്താണ്. ഇതൊക്കെ ലാത്തയാണെന്നോ ഉസ്സയാണെന്നോ മനാത്തയാണെന്നോ അവരാരും പറഞ്ഞില്ല. ഇബ്രാഹിം നബിയാണെന്ന് പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചില്ല? പണ്ഡിതന്മാർ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ അംഗീകരിച്ചാൽ ലാത്തയോട് ചോദിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, ഉസ്സയോട് ചോദിക്കാൻ പറ്റൂല, മനാത്തയോട് ചോദിക്കാൻ പറ്റൂല, ഹുബലിനോട് ചോദിക്കാൻ പറ്റൂല, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹിമസ്സലാം ഇവരോട് ചോദിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചില്ല. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരോ? 2 കാര്യം പറയണത്. ഒന്നുകിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും ചെയ്യാം, അതിനെതിരെ ചെയ്യുകയും ചെയ്യാം. ഓല അംഗീകരിക്കാത്ത എന്തുകൊണ്ടാ? അത് അംഗീകരിച്ചാൽ പറ്റപ്പടി പറ്റൂല. നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ അംഗീകരിക്കുകയും ചെയ്തു, അതേ പണി എടുക്കുകയും ചെയ്യാം. ഒരു വേള അതിനേക്കാൾ അധികം. അല്ലെ? ഞാൻ ഒന്നിനോടും താരതമ്യപ്പെടുത്താനില്ല. ഞങ്ങൾ ബാക്കി ചിന്തിച്ചാൽ മതി. തലച്ചോറിലെ ആൾക്കാരാണല്ലോ. എത്ര കടുത്ത ശിർക്കാണ് നമ്മുടെ സമൂഹത്തിൽ. ഖുതുബിയത്തിൽ വരിയ തരങ്ങള് അല്ലെ? അതായത് ആകാശഭൂമികളെ, അതായത് ആകാശ ലോകത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്ന ഷെയ്ഖ് ജീലാനി എന്ന് പറയുന്നത്. മഴ പെയ്യിപ്പിക്കുന്ന ഷെയ്ഖ് ജീലാനിയാണ്. മക്കാ മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്? മഴ പെയ്യിപ്പിക്കുന്ന അള്ളയാണ്. അപ്പൊ ഇതിൽ നമ്മുടെ ആളുകൾക്ക് പഴച്ചു. അതുകൊണ്ട് ഈ സമൂഹത്തോട് നമുക്ക് ഓതാം, അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ശിർക്ക് ചെയ്തുകൊണ്ടാണ്.